ആ നഗരത്തിലേക്കുള്ള ആദ്യത്തെ യാത്രയിൽ തന്നെ അഭിജിത്തിന് ആ നാട്ടിലെ കാറ്റിന് എന്തോ ഒരു പ്രത്യേകതയുള്ളതായി തോന്നി. താൻ ചാർജെടുക്കാൻ പോകുന്ന സ്റ്റേഷൻ പരിധിയിൽ അല്പം അലമ്പ് കൂടുതലാണെന്ന് സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവിയേട്ടാ, ഈ വീട് കൊള്ളാം കേട്ടോ, നല്ല മുറ്റവും പൂച്ചെടികളും ഒക്കെയുണ്ട്. ജീപ്പിലിരുന്ന് പുറത്തേക്ക് നോക്കി മാളവിക ആവേശത്തോടെ പറഞ്ഞു. വീടൊക്കെ കൊള്ളാം, പക്ഷേ സൂക്ഷിക്കണം, നമ്മൾ ആരെയും അറിയില്ല, അമ്മ പുറകിലിരുന്ന് ഓർമ്മിപ്പിച്ചു. പുതിയ വാടക വീട്ടിൽ സാധനങ്ങൾ ഇറക്കി വെക്കുമ്പോഴാണ് റോഡിലൂടെ ബൈക്കുകളുടെ വലിയൊരു ഗർജനം കേട്ടത്. കറുത്ത ബുള്ളറ്റിൽ തലമുടി അലസമായി ചീകിയൊതുക്കി കണ്ണിൽ ഗൗരവം ഒളിപ്പിച്ച ഒരാൾ മുന്നിൽ, കൂടെ 10ഓളം പേർ. റോഡരികിലെ ഒരു കടയിൽ അവർ ബഹളം വെക്കുന്നത് കണ്ട അഭിജിത്ത് യൂണിഫോമിലല്ലെങ്കിലും അങ്ങോട്ട് നടന്നു. ആരാ ഇത്? അഭിജിത്ത് ഗൗരവത്തിൽ ചോദിച്ചു. കൂട്ടത്തിൽ ഒരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുതിയതാണല്ലേ, ഇത് ഈ നാട്ടിലെ ദേവനാണ്, ഇവിടുത്തെ നിയമം ദേവനാണ്. അഭിജിത്തിന്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. നിയമം നടപ്പിലാക്കാൻ ഇവിടെ പോലീസുണ്ട്, വഴി തടസ്സപ്പെടുത്താതെ വണ്ടി മാറ്റിക്കോ. ദേവൻ ബുള്ളറ്റിലിരുന്ന് പുകയുന്ന കണ്ണുകളോടെ അഭിജിത്തിനെ നോക്കി. ആ നോട്ടത്തിൽ ഒരു കൊടുങ്കാറ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദൂരെ വീടിന്റെ ഉമ്മറത്ത് നിന്ന് ഈ കാഴ്ച കണ്ട മാളവിക പേടിയോടെ നിന്നു. പക്ഷെ ദേവന്റെ കണ്ണുകളിൽ കണ്ടത് വെറുമൊരു ക്രോധമായിരുന്നില്ല, മറിച്ച് ആരോടും പറയാത്ത എന്തോ ഒരു വേദനയാണെന്ന് അവൾക്ക് തോന്നി. അഭിജിത്ത് സ്റ്റേഷനിൽ ചാർജ് എടുത്തതോടെ നാട്ടിലെ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ കർശന നടപടികൾ തുടങ്ങി. ദേവന്റെ ആളുകളെ പലരെയും ചെറിയ കേസുകളിൽ പോലും പൊക്കി അകത്തിട്ടു. ഇത് ദേവനെ ചൊടിപ്പിച്ചു. എന്നാൽ വീട്ടിൽ മാളവികയ്ക്ക് ഇതൊന്നും വലിയ കാര്യമായിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന അവൾക്ക് ആ നഗരം പുതിയതായിരുന്നു. ഒരു വൈകുന്നേരം ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് മടങ്ങുകയായിരുന്നു മാളവിക. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കവേ പെട്ടെന്നാണ് ആകാശം കറുത്തിരണ്ടത്. വലിയ തുള്ളികളോടെ മഴ പെയ്തു തുടങ്ങി. അവൾ അടുത്തുള്ള ഒരു പഴയ കടയുടെ വരാന്തയിലേക്ക് ഓടിക്കയറി. അവിടെ ഇരുട്ടിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. സിഗരറ്റിന്റെ വെളിച്ചം മാത്രമാണ് ആ മുഖത്ത് തെളിഞ്ഞത്. സൂക്ഷിച്ചു നോക്കിയ മാളവിക ഞെട്ടിപ്പോയി. അത് ദേവനായിരുന്നു. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല, പരുക്കൻ സ്വരത്തിൽ അയാൾ പറഞ്ഞു. മാളവികയ്ക്ക് പേടിയും ആകാംക്ഷയും തോന്നി. നിങ്ങൾ എന്തിനാ എൻ്റെ ഏട്ടനോട് വഴക്കിടാൻ പോകുന്നത്? ഏട്ടൻ പാവമാണ്. ദേവൻ ഒരു കൈപ്പേറിയ ചിരിച്ചിരിച്ചു. പാവമോ? നിന്റെ ഏട്ടൻ പോലീസാണ്. പോലീസ് പാവമായാൽ അവർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. പെണ്ണെ, എനിക്കാരോടും വഴക്കില്ല, പക്ഷെ വഴിയിൽ തടയുന്നവരെ എനിക്കിഷ്ടവുമല്ല. സംസാരത്തിനിടയിലാണ് അയാളുടെ ഇടത് കൈയിലെ മുറിവ് മാളവിക ശ്രദ്ധിച്ചത്. അവിടെ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. അല്പം മുൻപ് നടന്ന ഏതോ അടിപിടിയുടെ ബാക്കിയാവാം അത്. നിങ്ങളുടെ കയ്യിൽ ചോര വരുന്നു. അവൾ പരിഭ്രമത്തോടെ അടുത്തു ചെന്നു. ഇതൊക്കെ പതിവാ. അയാൾ കൈ പിൻവലിക്കാൻ ശ്രമിച്ചു, പക്ഷെ മാളവിക വിട്ടില്ല. അവൾ തന്റെ ബാഗിൽ നിന്നും ഒരു തുവാലയെടുത്ത് ആ മുറിവിൽ അമർത്തിക്കെട്ടി. ആ നിമിഷം ദേവന്റെ കണ്ണുകൾ വിറച്ചു. വർഷങ്ങളായി ആരും തന്നെ ഇത്രയും കരുതലോടെ സ്പർശിച്ചിട്ടില്ലെന്ന് അയാൾക്ക് തോന്നി. അമ്മ മരിച്ചതിന് ശേഷം ആദ്യമായി ഒരാളുടെ കൈകൾ തന്റെ വേദന കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പേരെന്താ? ദേവൻ പെതുക്കെ ചോദിച്ചു. മാളവിക. മാളവിക, നീ എന്നെ പേടിക്കണ്ട, പക്ഷെ നിന്റെ ഏട്ടനോട് പറ ദേവന്റെ വഴിയിൽ നിൽക്കരുതെന്ന്. മഴ തോർന്നതും അയാൾ തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പാഞ്ഞുപോയി. മാളവിക നോക്കി നിന്നു. നാട്ടുകാർ പറയുന്ന ആ ക്രൂരനായ ഗുണ്ടയെ ആയിരുന്നില്ല അവൾ അവിടെ കണ്ടത്. ആ കണ്ണുകളിൽ കണ്ടത് തുണയില്ലാത്ത ഒരു കുട്ടിയുടെ നിസ്സഹായതയായിരുന്നു. ആ രാത്രി മാളവികയ്ക്ക് ഉറക്കം വന്നില്ല. ദേവന്റെ ആ കണ്ണുകളിൽ അവളുടെ ഉള്ളിൽ തറച്ചു നിന്നു. പിറ്റേന്ന് അവൾ ആ നാട്ടിലെ പഴയ താമസക്കാരനായ ഒരു കടക്കാരനിൽ നിന്നും പതുക്കെ കാര്യങ്ങൾ തിരക്കി. അയാൾ പറഞ്ഞ കഥ അവളുടെ ഉള്ളൊലിക്കുന്നതായിരുന്നു. ദേവൻ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല മോളെ. പഠിക്കാൻ മിടുക്കനായിരുന്നു. അച്ഛൻ മരിച്ചതോടെ അമ്മയും അവനും തനിച്ചായി. പക്ഷെ നാട്ടിലെ ചില പണക്കാർ ചേർന്ന് അവരുടെ പറമ്പ് തട്ടിയെടുത്തു. എതിർത്ത അച്ഛനെ അവർ ഇല്ലാതാക്കി. അതോടെ അമ്മ ഭ്രാന്തിയെപ്പോലെയായി മരിച്ചു. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ വന്നപ്പോഴാണ് അവൻ കയ്യിൽ കത്തിയെടുത്തത്. അവന് വരാൻ വേറെ ഒരിടമില്ലായിരുന്നു. മാളവികയ്ക്ക് എങ്ങനെയെങ്കിലും അവനെ കാണണമെന്ന് തോന്നി. വൈകുന്നേരം അവൾ ടൗണിന് പുറത്തുള്ള വിജനമായ ആ പഴയ തറവാട്ടിലെത്തി. അതായിരുന്നു ദേവന്റെ താവളം. അവിടെ ഒരു മരച്ചുവട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു ദേവൻ. അവൾ വരുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പോലീസുകാരന്റെ അനിയത്തി ഗുണ്ടയുടെ വീട്ടിൽ വരുന്നതറിഞ്ഞാൽ നിന്റെ ഏട്ടൻ എന്നെ വെടിവെച്ചു കൊല്ലും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് ജീവിച്ചൂടെ? മാളവിക ധൈര്യം സംവരിച്ച് ചോദിച്ചു. ദേവൻ പൊട്ടിച്ചിരിച്ചു. എനിക്കാരുണ്ട് മാളവിക?
ഞാൻ നന്നായാൽ എനിക്ക് ചോറ് തരാൻ ആരെങ്കിലും വരുമോ? ഈ ഗുണ്ടായുസ് നിർത്തിയാൽ പിറ്റേന്ന് എന്നെ കൊല്ലാൻ 10 പേർ വരും. എനിക്കിപ്പോൾ ഇതല്ലാതെ വഴിയുണ്ട്. ഞാൻ ഉണ്ടാക്കിത്തരാം. അവളുടെ വാക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു. ദേവൻ ആദ്യമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ അധികാരമായിരുന്നില്ല, മറിച്ച് സ്നേഹമായിരുന്നു. പക്ഷെ ആ നിമിഷം തകർക്കാൻ എന്നോണം അവിടേക്ക് പോലീസ് ജീപ്പിന്റെ സൈറൻ മുഴങ്ങി. അഭിജിത്തും സംഘവും അവിടെ എത്തുമ്പോൾ കണ്ടത് ദേവന്റെ അടുത്ത് നിൽക്കുന്ന മാളവികയാണ്. അഭിജിത്തിന്റെ കണ്ണുകൾ ചുവന്നു. മാളു, നീ ഇവിടെ എന്താ? അഭിജിത്ത് അലറി. അവൻ ദേവന്റെ ഷർട്ട് കുത്തിപ്പിടിച്ചു. എൻ്റെ അനിയത്തെ ഇതിലേക്ക് വലിച്ചിടിച്ചാൽ ദേവാ, നിന്നെ ഞാൻ തീർക്കും. ഏട്ടാ, അത് മാളവിക തടയാൻ നോക്കിയെങ്കിലും അഭിജിത്ത് അവളെ ബലമായി പിടിച്ചു വണ്ടിയിൽ. തിരിഞ്ഞു നോക്കുമ്പോൾ ദേവൻ പുച്ഛത്തോടെ ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ താൻ കാരണം അവൾക്ക് വഴക്ക് കിട്ടിയല്ലോ എന്നൊരു സങ്കടം മാളവിക കണ്ടു. ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു, അവൾ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അന്ന് വീട്ടിലെത്തിയ അഭിജിത്ത് മാളവികയോട് പൊട്ടിത്തെറിച്ചു. അവനൊരു കുറ്റവാളിയാണ് മാളു. നിനക്ക് അവനെ അറിയില്ല. അവൻ്റെ അടുത്തേക്ക് ഇനി നീ പോകരുത്. പക്ഷേ മാളവികയുടെ മറുപടി അഭിജിത്തിനെ ഞെട്ടിച്ചു. ഏട്ടാ, സാഹചര്യം കൊണ്ടാണ് അയാൾ അങ്ങനെ ആയത്. അയാൾക്കൊരു അവസരം കൂടി കൊടുത്തൂടെ? അഭിജിത്ത് അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ദേവനെ ലക്ഷ്യം വെച്ച് കരുക്കുകൾ നീക്കി തുടങ്ങി. അടുത്ത കുറച്ച് ദിവസങ്ങൾ മാളവികയ്ക്ക് വീട്ടുതടങ്കലിന് തുല്യമായിരുന്നു. എങ്കിലും അവൾ ദേവൻ ഒരു കത്തെഴുതി തൻ്റെ അയൽവാസിയായ ചെറിയ കുട്ടി വഴി കൊടുത്തയച്ചു. എനിക്ക് നിങ്ങളെ മാറ്റണം. നാളെ വൈകുന്നേരം പഴയ അമ്പലത്തിൻ്റെ പിന്നിൽ വരാമോ? ഇതായിരുന്നു ആ കത്ത്. ദേവൻ വന്നില്ലായിരിക്കാം എന്ന് മാളവിക കരുതി. പക്ഷെ സന്ധ്യ മയങ്ങിയപ്പോൾ അവൻ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആദ്യമായി അവൻ ക്ലീൻ ഷേവ് ചെയ്ത് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാണ് വന്നത്. നീ പറഞ്ഞത് ശരിയാ മാളവിക, ദേവൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. എനിക്കും ഇങ്ങനെ ജീവിക്കണ്ട. പക്ഷെ എൻ്റെ കൈകളിൽ അഴുക്കുണ്ട്. നിന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് അത് താങ്ങാൻ പറ്റില്ല. ആ അഴുക്ക് കഴുകിക്കളയാൻ പറ്റും ദേവാ. മാളവിക അവൻ്റെ കൈകൾ പിടിച്ചു. നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് വരുമെങ്കിൽ എന്തു വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. അവരുടെ ഈ സംഭാഷണം മറിഞ്ഞു നിന്ന് കണ്ടത് ദേവന്റെ ശത്രുവായ കരിമ്പൻ ഷാജിയുടെ ആൾക്കാരായിരുന്നു. ദേവൻ ആയുധം ഉപേക്ഷിക്കുന്നു എന്ന വാർത്ത അവർക്ക് സന്തോഷം നൽകി. അവൻ ദുർബലനാകുന്ന നിമിഷത്തിനായി അവർ കാത്തിരുന്നു. പിറ്റേന്ന് രാവിലെ നഗരത്തെ നടുക്കിയ വാർത്ത പുറത്തു വന്നു. ദേവൻ പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അഭിജിത്ത് പോലും അത് വിശ്വസിച്ചില്ല. സ്റ്റേഷനിലേക്ക് നടന്നു വരുന്ന ദേവനെ കണ്ട നാട്ടുകാർ അമ്പരന്നു. എന്നാൽ സ്റ്റേഷന്റെ പടിക്കൽ എത്തുന്നതിന് മുൻപ് ഷാജിയുടെ ഗുണ്ടാസംഘം ദേവനെ വളഞ്ഞു. അവരുടെ കയ്യിൽ മാരകായുധങ്ങളുണ്ടായിരുന്നു. നന്നാകാൻ തീരുമാനിച്ച ദേവൻ കൈകൾ ഉയർത്തി നിന്നു. നീ ഇന്ന് ചാവും ദേവ, ഷാജി അലറി. അവർ അവനെ ക്രൂരമായി ആക്രമിച്ചു. ദേവൻ തിരിച്ചടിച്ചില്ല. ആയുധം എടുക്കില്ലെന്ന് അവൻ മാളവികയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുകയായിരുന്നു. ചോരയിൽ കുളിച്ച് ദേവൻ റോഡിൽ വീണു. ആ സമയം അവിടേക്ക് സൈറൻ മുഴക്കി അഭിജിത്തിന്റെ ജീപ്പ് പാഞ്ഞെത്തി. ചോരയിൽ കിടക്കുന്ന ദേവനെ കണ്ടതും അഭിജിത്ത് ഒരു നിമിഷം സ്തബ്ധനായി. നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ വന്ന ഒരാളെ തൻ്റെ കൺമുന്നിൽ വെച്ച് ആക്രമിച്ചത് അവന് സഹിച്ചില്ല. ദേവനെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ആയുധം കയ്യിലെടുക്കാതെ കൊടുത്ത വാക്കിനു വേണ്ടി മരണം വരെ നേരിട്ട ദേവന്റെ അവസ്ഥ മാളവികയെ തകർത്തു കളഞ്ഞു. അവൾ ആശുപത്രി വരാന്തയിൽ തളർന്നിരുന്നു. അഭിജിത്തിന് തൻ്റെ തെറ്റായ മുൻവിധികൾ മാറ്റേണ്ടി വന്നു. അവൻ തിരിച്ചു വരും മാളു. ആദ്യമായി അഭിജിത്ത് ആശ്വസിപ്പിക്കാനെന്നോണം അവളുടെ തോളിൽ കൈവച്ചു. ദേവൻ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം നിയമപരമായ ശിക്ഷ കിട്ടണമെന്നുണ്ടെങ്കിലും അവൻ്റെ മാറ്റത്തെ അംഗീകരിക്കാതിരിക്കാൻ അഭിജിത്തിന് കഴിഞ്ഞില്ല. ആശുപത്രി കിടക്കയിൽ വെച്ച് ദേവന്റെ മൊഴി അഭിജിത്ത് രേഖപ്പെടുത്തി. തന്നെ ആക്രമിച്ചവരെക്കുറിച്ചല്ല, മറിച്ച് തൻ്റെ കൂടെയുള്ള പാവപ്പെട്ട കുറച്ച് പയ്യന്മാർക്ക് ജോലി കൊടുക്കണമെന്നാണ് ദേവൻ ആവശ്യപ്പെട്ടത്. ആ വാക്കുകൾ അഭിജിത്തിന്റെ കണ്ണു തുറപ്പിച്ചു. ആരോഗ്യം വീണ്ടെടുത്ത ദേവനെ കോടതിയിൽ ഹാജരാക്കി. മുമ്പ് ചെയ്ത കേസുകൾ ഉള്ളതുകൊണ്ട് കോടതി ദേവന് 3 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. പക്ഷെ ദേവന്റെ മുഖത്ത് സമാധാനമായിരുന്നു. നീ കാത്തിരിക്കുമോ? ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ദേവൻ മാളവികയോട് ചോദിച്ചു. 3 വർഷമല്ല, ജീവിതകാലം മുഴുവൻ ഞാൻ കാത്തിരിക്കും. മാളവികയുടെ വാക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു. അഭിജിത്ത് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ദേവനെ ജയിലിനുള്ളിൽ വെച്ച് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും തൊഴിൽ പഠിക്കാനും സഹായിച്ചു. ദേവൻ ഒരു പുതിയ മനുഷ്യനായി മാറുകയായിരുന്നു. 3 വർഷങ്ങൾ കടന്നുപോയി. അഭിജിത്തിന് ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് പ്രൊമോഷനായി. ജയിൽ മോചിതനായ ദേവനെ സ്വീകരിക്കാൻ മാളവികയും അഭിജിത്തും എത്തിയിരുന്നു. പഴയ ഗുണ്ടയല്ല, പകരം ശാന്തനായ ഒരു മനുഷ്യനെയാണ് നാട്ടുകാർ കണ്ടത്. അഭിജിത്ത് ദേവനെ കെട്ടിപ്പിടിച്ചു.
ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നിനക്ക് മാളവികയെ ഞാൻ തരാം, പക്ഷെ ഒരു സത്യസന്ധനായ മനുഷ്യനായി നീ ജീവിക്കണം. ദേവിന്റെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് നഷ്ടപ്പെട്ട അച്ഛനെയും ജ്യേഷ്ഠനെയും ഒക്കെ അഭിജിത്തിൽ അവൻ കണ്ടു. ആ നാട്ടിലെ ആളുകൾ ദേവനെ പേടിയോടെയല്ല, മറിച്ച് ആദരവോടെ നോക്കാൻ തുടങ്ങി. പഴയ ആ തറവാട് വീട് അഭിജിത്തിന്റെ സഹായത്തോടെ ദേവൻ പുതുക്കിപ്പണിതു. അവിടെ മനോഹരമായ ഒരു കല്യാണപ്പന്തൽ ഉയർന്നു. പോലീസ് യൂണിഫോമിൽ അഭിജിത്ത് ആ കല്യാണത്തിന് നേതൃത്വം നൽകി. മാളവികയുടെ കൈ പിടിച്ച് ദേവൻ അഗ്നിയെ സാക്ഷി നിർത്തി സത്യം ചെയ്തു, ഇനി അവളുടെ കണ്ണുനീർ വീഴാൻ അനുവദിക്കില്ലെന്ന്. അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട അനാഥനായി അലഞ്ഞ ദേവൻ ഇന്ന് ഒരു കുടുംബമുണ്ട്. സഹായിക്കാൻ ഒരു ഭാര്യയും താങ്ങായി നിൽക്കാൻ ഒരു ജ്യേഷ്ഠനും. ക്രൂരതയെ സ്നേഹം കൊണ്ട് കീഴടക്കാമെന്ന് ആ നാട്ടുകാർക്ക് ആ വിവാഹം ഒരു പാഠമായി മാറി. മഴവിൽ വിരിഞ്ഞു. ആ ആകാശത്തിന് താഴെ അവർ ഒരു പുതിയ ജീവിതം തുടങ്ങി.